ഇവിടെ റിസൾട്ട് ഉണ്ട് 4700. 1950-കളിലാണ് ഇത് വാങ്ങിയതായിട്ടാണ് ഈ ബാങ്കിന്റെ രേഖകളിലുള്ളത്. 2300 കൂടി നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ തിരിക്കുക. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ 4700 രൂപ എന്ന് വന്നു. ഈ മെഷീൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ടൈപ്പ് റൈറ്റർ ആയിട്ടല്ലേ? എന്തായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ഈ മെഷീൻ കാണുമ്പോൾ? ഒരു ടൈപ്പ് റൈറ്ററിന്റെ ലുക്കിലാണുള്ളത്, പക്ഷെ ഇതൊരു ടൈപ്പ് റൈറ്റർ അല്ല, ഇത് നമ്മുടെ ഒരു മുത്തശ്ശൻ കാൽക്കുലേറ്റർ ആണ്. ഇത് കണ്ട് ഞാൻ ഞെട്ടി. വേറെ എവിടെയെങ്കിലും ഇത് ഇതിന് മുന്നെയോ അതിന് ശേഷമോ കണ്ടിട്ടുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ടാറ്റാ ടിയുടെ ടി മ്യൂസിയത്തിലുണ്ട്. അത് പക്ഷെ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഇതിന് നമുക്ക് കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, ഗുണിക്കാൻ പറ്റും. ഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം വെച്ചാൽ അതിന്റെ ടെക്നോളജി ഞാൻ പഠിച്ചിട്ടില്ല. ഇതിപ്പോ നമുക്കൊന്ന് നോക്കാം. എന്റെ പേര് സണ്ണി, ഞാൻ മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയാണ്. നമുക്ക് 2400, ഈ 2400 നമ്മൾ ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്യുമ്പോൾ ഈ ബട്ടണാണ് തിരിക്കേണ്ടത്. അതെ, അതിനുശേഷം 2300 കൂടി നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ തിരിക്കുക. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ 4700 രൂപ എന്ന് വന്നു. അത് തന്നെ എത്ര തവണ നമ്മൾ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് 2 തവണ ഇവിടെയും വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ വീണ്ടും നമ്മൾ 4700-ന്റെ കൂടെ ഒരു 400 കൂട്ടിയാൽ 5100 ആണ് വരേണ്ടത്. നമുക്കൊന്നുകൂടെ നോക്കാം. 400 വീണ്ടും ആഡ് ചെയ്യുകയാണ്, 5100 റിസൾട്ട് വന്നു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 400 രൂപ കുറയ്ക്കണമെങ്കിൽ ഇത് റിവേഴ്സ് തിരിച്ചാൽ മതി. അത് തിരിച്ചു കഴിയുമ്പോൾ ആ 400 രൂപ കുറഞ്ഞിട്ട് 5100-ൽ നിന്ന് 400 കുറയുമ്പോൾ 4700 ആയിട്ട് വന്നിട്ടുണ്ട്. റിവേഴ്സ് തിരിക്കുക. കൂട്ടാനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരിക്കുക. ഗുണിക്കാനാണെങ്കിൽ നമുക്ക് ഏതാണോ നമുക്ക് ഗുണിക്കേണ്ട ഫിഗർ എന്നിട്ട് 2433, അതിനെ നമ്മൾ ഇൻറ്റു 8 ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ 8 തവണ വരുന്ന രീതിയിൽ അത് കറക്കിയാൽ മാത്രം മതി. അപ്പോൾ 1, 2 എണ്ണമൊന്നുമില്ല, കാരണം ഇവിടെ എത്ര തവണയായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 8 വന്നു. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി 19464. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ബാങ്കിന് ഇത്രയും പാരമ്പര്യം ഉണ്ടെന്നുള്ളതും, പിന്നെ ഇതുപോലത്തെ ഉള്ള ഉപകരണങ്ങൾ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്ക് പകുതി പേർക്കും അറിയത്തില്ല. അപ്പൊ അവരെയും കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടൊക്കെ വരാൻ നേരത്ത് ഞങ്ങൾ ഇത് കാണിച്ചു കൊടുക്കും, വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് ബാങ്കിലൊരു എന്താ പറയുക, ഞങ്ങൾക്കൊരു പ്രൗഡാണ്. തീർച്ചയായിട്ടും നമ്മള് മ്യൂസിയത്തിലൊക്കെ കണ്ടാലും അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരിക്കും ഇരിക്കുക. പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്ന മുത്തശ്ശൻ കാൽക്കുലേറ്റർ അല്ലേ? ഇതിന്റെ കമ്പനിയുടെ പേരായിരിക്കും സർ? അതെ, ഫാസിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മദ്രാസ് എന്നാണ് ഇതിന്റെ. നല്ല വെയിറ്റ് ആണ് കേട്ടോ, ഒന്ന് പൊക്കി നോക്കിക്കോളൂ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ ബാക്കിലായിട്ട് അതിന്റെ കമ്പനിയുടെ പേരുണ്ട്. മെയ്ഡ് ബൈ ഫാസിറ്റ് ഏഷ്യ ലിമിറ്റഡ്, മദ്രാസ്, ഇന്ത്യ. ഇവിടെ 113 അതിന്റെ കോഡ് നമ്പർ കോഡാണല്ലേ? കോഡാണ്, വർഷം ആ വഴിയില്ലല്ലേ? സ്വീഡനായിരുന്നു ആ കമ്പനി അല്ലേ? സ്വീഡനാണ്. ലിമിറ്റഡ്. ഇത്രയും വർഷത്തെ പാരമ്പര്യം നമ്മുടെ ബാങ്കിനുണ്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ബാങ്ക്. 35 ഈ മെഷീനും വർക്ക് ചെയ്യത്തില്ലായിരുന്നു. അതിനുശേഷം കാലങ്ങളായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നത്. 1950-കളിലാണ് ഇത് വാങ്ങിയതായിട്ടാണ് ഈ ബാങ്കിന്റെ രേഖകളിലുള്ളത്. അതിനുശേഷം നമ്മളത് മൂലയ്ക്ക് മാറ്റിയിട്ടേക്കുമായിരുന്നു. കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങൾ പല ആന്റി കളക്ഷൻസും റിപ്പയർ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി. ഒരിടത്തും നന്നായി കിട്ടിയില്ല. അങ്ങനെയാണ് മറയൂരിലുള്ള എന്റെ ഒരു സുഹൃത്ത് ഗോഡ്വിൻ ലോപ്പസ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. അദ്ദേഹം ചെറുപ്പം തൊട്ട് തന്നെ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഓടിക്കുന്ന ആളായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാക്കി കരുതി. അതെ, അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചതൊന്ന് നന്നാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആള് വന്നു. ഈ സാധനം ഒക്കെ ഒന്ന് അഴിച്ചിട്ട് ഇതിന്റെ ആ പുറം ചട്ട മാത്രം അഴിച്ചു മാറ്റി കുറേ ദിവസങ്ങൾ അതിലേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് പയ്യെ പയ്യെ ചെറുതായിട്ട് ഓരോ കീ ആയിട്ട് അനക്കും. പിന്നെ വീണ്ടും കുറെ നേരം ചുമ്മായിരിക്കും. അങ്ങനെ അതിന്റെ ആ എഞ്ചിനീയറിംഗ് എന്താന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് നന്നാക്കി തന്നു. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷൻ. ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോഴേ നമ്മള് അറിയാനിടവന്നത്. ഇപ്പം ഗോഡ്വിൻ ലോപ്പസിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, അപ്പൊ ഞാനത് പറയാതിരിക്കുന്നത് ശരിയല്ല. ഞങ്ങളുടെ ഡാഡിയുടെ ബ്രദറാണ് കേട്ടോ. ഇതാണ് നന്നാക്കിയ മനുഷ്യൻ. ഞങ്ങളുടെ കോടാങ്ങളെ, ഞങ്ങള് കോടാങ്ങളെന്നാ വിളിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നന്നാക്കി എടുത്തത്?
ഞാൻ ഇവരെ പറ്റി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ പത്രത്തിലൊക്കെ പണ്ടുകൊണ്ട കാര്യങ്ങളൊക്കെ അതെ, അതെ, അറിയാവുന്നതൊക്കെ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ശരിക്കും അറിയാമല്ലോ. കാരണം ഞങ്ങളിങ്ങനെ കാണും, ഗോൾഡൻ ആണെങ്കിലും ഗ്ലൈസൺ ആണെങ്കിലും രണ്ടുപേരും ഇങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ഇവിടുത്തെ അച്ഛനിൽ നിന്നാണ് ഇവിടെ ഇങ്ങോട്ട് മുത്തശ്ശൻ കാൽക്കുലേറ്റർ ഉണ്ടെന്ന് നമ്മള് അറിഞ്ഞ് കണ്ടുപിടിച്ചത്. ഹരിക്കാണെങ്കിൽ കൂടെ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കണം. നമുക്കൊന്ന് നോക്കാം, സെർച്ച് ചെയ്ത് നോക്കണം. ഉണ്ടാവോ ഗൂഗിളിൽ? അറിയത്തില്ല, അതും അറിയില്ല. ഗൂഗിളിൽ ഇവരെ അറിയാവുന്ന നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം അല്ലേ, ഇവരെ അറിയാവുന്നുള്ളത്. ചിലപ്പോൾ ഒരു സംശയം തോന്നുമല്ലോ, നമ്മളെ കറക്റ്റ് ആണോ അതിനകത്ത് വരുന്ന ആ ഒരു റിസൾട്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം കേട്ടോ. സാറേ ഞാൻ ഇതിനകത്ത് കൂട്ടുവാണേ. 247 × 8 = 1976. അവിടെ നോക്കാം. 247 അല്ലായിരുന്നു, × 8 അല്ലേ. അപ്പൊ നമ്മളിവിടെ 8 തവണ ഇത് കറക്കിയാൽ മതി, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഒന്ന് എണ്ണുകയും വേണ്ട, കാരണം വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ടാവും എത്രയാണെന്നുള്ളത്. 8 തവണയായി 1976. ഇനി ഞാൻ കൂട്ടട്ടെ. 2400 പ്ലസ് എവിടെ, പ്ലസ് 2300 = 4700. ഓക്കെ, നമുക്ക് ഇവിടെ കൂട്ടാം. ശരി, 2400 പ്ലസ് 2300. ഇവിടെ റിസൾട്ട് ഉണ്ട് 4700. അപ്പൂപ്പനും പേരക്കിടാവും തമ്മിലുള്ള ഒരു കുറച്ചോളൂ. അത് ഞാനിപ്പം വേറെ സംഖ്യ കൊടുക്കാം. അപ്പം 4700 ഞാനൊരു 1600 കുറക്കാം. 1600. നമുക്കിവിടെ 4700 ഉണ്ട്. നമ്മൾ 1600 കുറയ്ക്കാൻ പോവുകയാണ്. ഇത് നേരെ റിവേഴ്സ് തിരിച്ചാൽ മതി. റിസൾട്ട് 3100. കൗണ്ടിങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1000 വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയാൽ മതി. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ആ ഫിഗറുകൾ പെട്ടെന്ന് ലക്ഷമാണോ 10,000 ആണോ കോടിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇത് വെച്ചേക്കുന്നതാണ്. അപ്പൊ നമുക്ക് എത്ര പൂജ്യം നോക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടു നോക്കിയാണെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം 1 കോടി എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ പണ്ട് കാലത്ത് ഇവിടെ ഉള്ള വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പം ഇന്നത്തെ പോലെ കമ്പ്യൂട്ടേഴ്സിലായിരുന്നില്ല. അപ്പോൾ 1000 പേരുടെ ലോണിന്റെ ടോട്ടൽ എടുക്കണം. അപ്പൊ ഓരോ പേജായിട്ട് മറിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തന്ന് ജീവനക്കാർ കുറവായിരിക്കും. അപ്പൊ ഒരു 111 പേരുടെ കൂട്ടിയിച്ചു. അപ്പോഴാണ് വേറെ പണിക്ക് വേണ്ടി ആരെങ്കിലും വിളിക്കുന്നത്. ഇവിടുന്ന് എണീറ്റ് പോവാം. ഇത് ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോവുക അങ്ങനെയൊന്നുമില്ല. അവിടെ ഉണ്ടാവും എത്ര തവണ കൂട്ടി എന്നുള്ള ഇവിടെ ഉണ്ടാവും. അപ്പൊ 111 കിടക്കുന്നെങ്കിൽ വന്നിട്ട് 112 തുടങ്ങിയാൽ മതി. വീണ്ടും ഒരു 10 ചെയ്തിട്ട് വീണ്ടും പോകും. ഒരു പ്രശ്നമില്ല. ഒരു എനർജിയും വേണ്ട. പക്ക മാനുവൽ, ബാറ്ററി ഇല്ല, കറണ്ട് ഇല്ല, സോളാർ വേണ്ട, ഒന്നും വേണ്ട. പക്ക മാനുവൽ ആയിട്ടുള്ള പക്ക എഞ്ചിനീയറിംഗ്. നമുക്കിപ്പോ ടൈപ്പ് റൈറ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലെറ്റർ അടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അക്ഷരം മാത്രമാണ് മുകളിലേക്ക് വരിക. ഇതങ്ങനെയല്ല, നമ്മൾ അടിക്കുന്ന ഓരോ ഫിഗറും അത് അതിനകത്ത് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രോഡക്റ്റ് ആണ് പുറത്തേക്ക് വരിക. ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ, മ്യൂസിയത്തിലൊക്കെ എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാള് മുത്തശ്ശൻ കാൽക്കുലേറ്റർ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവരും കാണട്ടെ, കാണാത്തവരെല്ലാവരും കാണട്ടെ സാറേ. തീർച്ചയായിട്ടും കാണട്ടെ, അറിയട്ടെ. താങ്ക് യു സർ.